നമസ്കാരം, ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതിയുമായി CITU. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CITU നേതാക്കൾ. പി മമ്മിക്കുട്ടി MLA കുളപ്പുള്ളിയിലെ CITU സമരപന്തൽ സന്ദർശിച്ചു. തൊഴിലുടമയുടെ ധിക്കാരം അംഗീകരിക്കാനാകില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും MLA. ഒറ്റപ്പാലം കണ്ണേമ്പുറത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. 8.5 പവൻ സ്വർണവും വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. കവർച്ച നടന്നത് തമിഴ്നാട് സ്വദേശി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. തൊഴിലുറപ്പ് പ്രവൃത്തികൾ നഗര ഗ്രാമീണ വികസനത്തിന് ഉതകുന്നവയാകണമെന്നും സുരേഷ് രാജ്. മണ്ണൂർ നഗരിപ്പുറം കനാൽ പരിസരം ഉടൻ CCTV നിരീക്ഷണത്തിലാകും. പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നത് മാലിന്യം തള്ളുന്നത് തടയാൻ. കണ്ണാടി പഞ്ചായത്തിൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ കുടിവെള്ള പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ CITU ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഷൊർണൂർ ഡിവൈഎസ്പിക്കാണ് പരാതി കൈമാറിയത്. രാവിലെ പി മമ്മിക്കുട്ടി MLA കുളപ്പുള്ളിയിലെ CITU സമരപന്തൽ സന്ദർശിച്ചു. സമരവുമായി CITU മുന്നോട്ടു പോകുമെന്ന് MLA പറഞ്ഞു. ഇന്നലെ രാവിലെ കുളപ്പുള്ളിയിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധർണയിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ CITU നേതാക്കളുടെ കയ്യും കാലും വെട്ടി നടുറോട്ടിൽ തള്ളുമെന്ന് വിവാദ പ്രസംഗം നടത്തിയത്. ഇതിനെതിരെയാണ് പരാതിയുമായി CITU രംഗത്തെത്തിയത്. ചുമട്ടുതൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും CITU നേതാക്കൾ പറഞ്ഞു. കൊലവിളി പ്രസംഗത്തിനെതിരെ CITU ഷൊർണൂർ DSP ഓഫീസിലും CIയുടെ ഓഫീസിലും പരാതി കൊടുത്തു. ജനാധിപത്യപരമായിട്ട് ഇതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ വളരെ സമാധാനപരമായിട്ട് CITU സമരം തുടങ്ങിയിട്ടുള്ളത് 23ാമത്തെ ദിവസമാണ്. സഹന സമരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രകോപനം ഉണ്ടാക്കി ഇതിനെ കലാപത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് അതിൻ്റെ നേതാക്കൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും പോലീസ് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. CITU നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പി മമ്മിക്കുട്ടി MLA രാവിലെ 11 മണിക്ക് കുളപ്പുള്ളിയിലെ സമരപന്തൽ സന്ദർശിച്ചു. സമരത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് രീതികൾ മാറുന്നത്. തൊഴിലാളികൾക്ക് ജോലി നൽകില്ല എന്ന വാശിയുടെ പുറത്താണ് ഇവിടെ തൊഴിലുടമ സംസാരിക്കുന്നത്. ഇത് ശരിയായ രീതിയല്ലെന്നും സമരവുമായി CITU മുന്നോട്ടു പോകുമെന്നും MLA വ്യക്തമാക്കി. ആ സമരത്തിൻ്റെ രൂപവും ഭാവമൊക്കെ എന്തായിരിക്കണമെന്ന് ഈ സമരത്തിന് ആധാരമായ വിഷയം ഉണ്ടാക്കിയ ആളാണ് തീരുമാനിച്ചത്. നമ്മുടെ രൂപം ഭാവം എങ്ങനെ ആവണം, എങ്ങനെ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഏതായാലും കടുംപിടുത്തപരമായ നിലപാട് സ്വീകരിച്ച് അവകാശം അംഗീകരിച്ചു തരുന്നില്ല എന്ന ആ സമീപനം സ്വീകരിക്കുന്ന ഉടമയുടെ ഈ നിലപാടിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭമായിട്ട് പോകാനുള്ള യൂണിയൻ്റെ സംഘടനാപരമായ തീരുമാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമൻസ് സ്ഥാപനത്തിനു മുന്നിൽ CITUവിൻ്റെ കുടിൽകെട്ടി സമരം 23 ദിവസം പിന്നിടുകയാണ്. CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ, ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ, കുളപ്പുള്ളി LC അംഗം സതീഷ് ബാബു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം കണ്ണേമ്പുറത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. കണ്ണേമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി വിനോദ് കുമാറിൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടിൻ്റെ മുൻവാതിൽ കുത്തിത്തുറന്നാണ് മോഷണം. കിടപ്പുമുറിയിലെ അലമാരയിലാണ് സ്വർണവും മറ്റ് ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. അലമാരയുടെ ലോക്കർ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. വിനോദ് കുമാറിന്റെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വിവിധ കുടിവെള്ള പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു.
കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് കണ്ണാടി പഞ്ചായത്തിലെ കടുംതുരുത്തി, പരപ്പന എന്നീ പ്രദേശങ്ങളിൽ വിവിധ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബ്രഹ്മണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സിമന്റ് കയറ്റിയ ലോറി വാണയംകുളത്ത് കുടുങ്ങിയത് വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കി. ചന്തദിനമായ വ്യാഴാഴ്ച കൂടിയായത് പ്രശ്നം രൂക്ഷമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ലോറി മാറ്റാനായത്. മധുക്കരയിൽ നിന്ന് തൃശൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് വാണയംകുളം ടൗണിൽ കുടുങ്ങിയത്. സിമന്റ് കയറ്റിയ ലോറി ടൗണിൽ കുടുങ്ങിയതോടെ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. രാവിലെ 7 മണിയോടെ കുടുങ്ങിയ ലോറി ഇവിടെ നിന്ന് മാറ്റാൻ ഏറെ നേരത്തെ പരിശ്രമം വേണ്ടിവന്നു. ക്ലച്ചിൻ്റെ തകരാറാണ് ലോറി വഴിയിൽ കുടുങ്ങാൻ കാരണമായതെന്ന് സാങ്കേതിക വിദഗ്ധർ അറിയിച്ചു. പാലക്കാട് യാക്കരയിലെ മഹേന്ദ്ര ഷോറൂമിൽ നിന്ന് ജീവനക്കാരെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. 5 മണിക്കൂറോളം ടൗൺ ഗതാഗതക്കുരുക്കിൻ്റെ പിടിയിലമർന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ നഗരിപ്പുറം കനാലും കനാൽ റോഡും ഉടൻ CCTV നിരീക്ഷണത്തിലാകും. ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കനാൽ റോഡിലും കനാലിലും മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകമായതോടെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപടി. 3 നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. 3 ആഴ്ച മുൻപ് ഇതിനുള്ള കാലുകൾ നാട്ടിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇതിനിടെ കനാലിലെ മാലിന്യം JCB ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ശുചീകരിച്ചിരുന്നു. ശുചീകരിച്ച കൈയെടുക്കും മുൻപ് വീണ്ടും കനാലിൽ മാലിന്യം തള്ളിയത് STV വാർത്തയാക്കി. ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ക്യാമറ സ്ഥാപിക്കൽ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ തുടങ്ങിയത്. 3 ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ഇവിടെ മാലിന്യം തള്ളിയാൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ അറിയുവാൻ കഴിയും. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലെങ്കിലും ഈ വഴി വരുന്ന എല്ലാ വാഹനങ്ങളെയും പരിശോധിക്കാൻ കഴിയും. എന്തായാലും പിടി വീണാൽ 500,000 രൂപ വരെ പിഴയാണ്. കുപ്പി എറിഞ്ഞാൽ പോലും പിഴയടയ്ക്കേണ്ടി വരും. മാലിന്യം തള്ളുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നന്ന്. മാലിന്യം തള്ളിയവരുടെ ചിത്രം സഹിതം വാർത്തയായും വരും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NRG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മെയ് 6, 7 തീയതികളിൽ പാലക്കാട്ടാണ് സമ്മേളനം. സംഘാടക സമിതി രൂപീകരണ യോഗം CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ സാമ്പത്തിക സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ കഴിയുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് KP സുരേഷ് രാജ് ആരോപിച്ചു. തൊഴിൽ ദിനവും വേതനവും പരിഷ്കരിക്കണം. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഗ്രാമീണ വികസനത്തിനായി പ്രയോജനപ്പെടുത്തണം. പദ്ധതി അട്ടിമറിക്കെതിരെ പോരാട്ടം അനിവാര്യമാണെന്നും സുരേഷ് രാജ് പറഞ്ഞു. കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ആ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായത്. കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ആദ്യം തെരഞ്ഞെടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാടും വയനാടുമാണ് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല. അതിനുശേഷം പിന്നെ 14 ജില്ലകളിലേക്കും അത് വ്യാപിച്ചു. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ പുരോഗതിക്ക് ചെറിയൊരു അടിസ്ഥാനം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവർത്തനമാണ്. AITUC ജില്ലാ പ്രസിഡന്റ് P ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K അനിമോൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി, മല്ലിക, സെക്രട്ടറി KC ജയപാലൻ, ജില്ലാ സെക്രട്ടറി മുരളീധരൻ നായർ, ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ചിന്നക്കുട്ടൻ, സീന ബോസ്, V രാജൻ, പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രണ്ടാം വിള കൊയ്തതിൽ ഒരു കെട്ട് വൈക്കോൽ പോലും കിട്ടിയില്ല. എല്ലാം വെള്ളത്തിൽ മുങ്ങി. വേവലാതി മാറാതെ കർഷകർ. മാത്തൂർ മേഖലയിലെ കിഴക്കേത്തറ, പാലപ്പാടി, ആനിക്കോട് പാടശേഖരങ്ങളിലാണ് വൈക്കോൽ കെട്ടുകൾ വെള്ളത്തിൽ മുങ്ങിയത്. രണ്ടാം വിളക്കൊയ്ത്തിന്റെ സമയത്ത് തിമിർത്തു പെയ്ത വേനൽ മഴയിൽ വയലിൽ വെള്ളം കെട്ടിനിന്ന് നെൽകൃഷി നാശത്തിനു പുറമെ വൈക്കോൽ പൂർണ്ണമായും നശിച്ച തീരാദുഃഖത്തിലാണ് കർഷകർ. ഒരു കെട്ട് വൈക്കോൽ പോലും കിട്ടിയില്ലെന്നും എല്ലാം വെള്ളത്തിൽ മുങ്ങി നശിച്ചെന്നും പശു, പോത്ത് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന വേവലാതിയിലാണ് മേഖലയിലെ കർഷകർ. രണ്ടാം വിളക്കൊയ്ത്തിൽ കർഷകർക്ക് ഏറെ ആശ്വാസം വൈക്കോലാണ്. ആവശ്യക്കാർ ധാരാളമാണെന്നും
തരക്കേടില്ലാത്ത വില ലഭിക്കാറുണ്ടെന്നും കർഷകർ പറയുന്നു. ഒരു കെട്ട് വൈക്കോലിന് 200 രൂപ വരെ വില ലഭിക്കും. കെട്ടാക്കാൻ യന്ത്രവാടക 35 രൂപ കൊടുത്താലും ബാക്കി തുക കയ്യിൽ ലഭിക്കും. എന്നാൽ ഇത്തവണ വേനൽ മഴയിൽ എല്ലാം തകിടം മറിഞ്ഞു. കെട്ടാക്കിയ വൈക്കോൽ പോലും വെള്ളത്തിൽ കിടക്കുകയാണ്. വെള്ളത്തിൽ നിന്നും എടുത്താൽ തന്നെ നനഞ്ഞ വൈക്കോലിന് ആവശ്യക്കാരില്ല. വൈക്കോൽ കെട്ടാക്കാൻ കൊടുത്ത പണവും പോലും നഷ്ടമായി എന്നാണ് കർഷകരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലഹരിക്കെതിരെ കൈകോർത്ത് തൃശൂർ ജവഹർ ബാലഭവൻ. ബാലഭവന്റെ നേതൃത്വത്തിൽ കുട്ടികൾ ലഹരിക്കെതിരെ ചങ്ങല തീർത്തു. നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലഹരിയല്ല ഹരം, ജീവിതമാണ് ഹരമെന്ന മുദ്രാവാക്യവുമായാണ് തൃശൂർ ജവഹർ ബാലഭവനിലെ 1ാം ക്ലാസ് മുതൽ +1 വരെയുള്ള 750ഓളം കുട്ടികൾ സ്വരാജ് റൗണ്ടിൽ കൈകോർത്തത്. ലഹരിമുക്തി ആദ്യം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നുമാണെന്നും ബാലഭവന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ജയരാജ് വാര്യർ അഭിപ്രായപ്പെട്ടു. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ASI സനീഷ് ബാബു, ബാലഭവൻ കോർഡിനേറ്റർ നാരായണൻ കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കെതിരെ പ്രതിരോധ കുടുംബമതിൽ തീർക്കുമെന്ന് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയായിരിക്കും പ്രതിരോധ മതിലെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട് പ്രദേശത്ത് ലഹരി വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി തടയാനുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ലഹരിമുക്തി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമ്മയാണ് നന്മ, തിന്മയാണ് ലഹരിയെന്ന സന്ദേശമുയർത്തിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനം മൂലം ലഹരി വരവും വിൽപ്പനയും ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരിയോട് ഓരോ കുടുംബവും നോ പറയാൻ പ്രേരിപ്പിക്കുന്ന പ്രതിരോധ മതിലിൽ മണ്ണാർക്കാട് പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളും കണ്ണിചേരും. വ്യാപാരികൾ, യുവാക്കൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളും ഭരണ സംവിധാനങ്ങളും പ്രതിരോധ മതിലിന്റെ ഭാഗമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാസലഹരിയുടെ വിതരണം ഒരുവിധം തടയാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇവിടെ മൂവിന്റെ ജനറൽ കൺവീനർ സൂചിപ്പിച്ചതുപോലെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഏത് സമയത്ത് നമ്മുടെ വീട്ടുപടിക്കലേക്ക് ഇത് കയറി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നടക്കുന്ന ഈ ജനറൽ കൺവീനർ M പുരുഷോത്തമൻ, ചെയർമാൻ ഡോക്ടർ KA കാമപ്പ, ഷഫീഖ് റഹ്മാൻ, രമേഷ് പൂർണിമ, കൃഷ്ണദാസ് കൃപ, ഫിറോസ് ബാബു, പ്രശോഭ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ സ്മരണാർത്ഥം ഒറ്റപ്പാലം കരുണ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാളിയും വിദേശ വ്യവസായിയുമായ പമ്പാവാസൻ നായർക്ക് സമ്മാനിക്കും. ഏപ്രിൽ 13 ഒറ്റപ്പാലത്ത് വെച്ചാണ് പുരസ്കാര സമർപ്പണ ചടങ്ങെന്ന് പുരസ്കാര നിർണയ സമിതി അംഗം PT നരേന്ദ്രമേനോൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 55,555 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് PT നരേന്ദ്രമേനോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർധനരായവർക്ക് 100ഓളം വീടുകൾ വെച്ച് നൽകിയ പമ്പാവാസൻ നായർ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. ദുരിത മേഖലകളുടെ പുനരുദ്ധാരണവും പമ്പാവാസൻ നായരുടെ ട്രസ്റ്റിൻ്റെ ലക്ഷ്യമാണ്. ഒറ്റപ്പാലം മേഖലയിൽ പമ്പാവാസൻ നായർ നൽകുന്ന 4 വീടുകളുടെ ഉദ്ഘാടനവും 13 നടക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും PT നരേന്ദ്രമേനോൻ അറിയിച്ചു. പുരസ്കാരദാന ചടങ്ങിനോട് അനുബന്ധിച്ച് കഥകളിയും അരങ്ങേറും. പിന്നെ അദ്ദേഹത്തിനത് കൊടുക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്. അദ്ദേഹം 100 വീടുകൾ കേരളത്തിലും മഹാരാഷ്ട്രയിലായിട്ട് 100 വീടുകൾ ബിലോ പോവർട്ടി ലൈൻ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ കൊടുക്കുന്നതാണ്. പിന്നെ അങ്ങനെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നുണ്ട്. പിന്നെ പ്രമുഖ വ്യവസായികളാണ്. അങ്ങനെ പല കാര്യങ്ങളും കണക്കിലെടുത്തിട്ടാണ് ഈ കമ്മിറ്റി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്.
ട്രസ്റ്റ് അംഗങ്ങളായ EP ചിത്രേഷ് നായർ, രശ്മി ബൈജു, CP ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ ഷൊർണൂർ DYSPക്ക് പരാതിയുമായി CITU. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CITU നേതാക്കൾ. P. മമ്മിക്കുട്ടി MLA കുളപ്പുള്ളിയിലെ CITU സമരപന്തൽ സന്ദർശിച്ചു. തൊഴിലുടമയുടെ ധിക്കാരം അംഗീകരിക്കാനാകില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും MLA. ഒറ്റപ്പാലം കണ്ണേമ്പുറത്ത് വീട് കുത്തിത്തുറന്ന കവർച്ച. 8.5 പവൻ സ്വർണവും വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. കവർച്ച നടന്നത് തമിഴ്നാട് സ്വദേശി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. തൊഴിലുറപ്പ് പ്രവൃത്തികൾ നഗര ഗ്രാമീണ വികസനത്തിന് ഉതകുന്നവയാകണമെന്നും സുരേഷ് രാജ്. മണ്ണൂർ നഗരിപ്പുറം കനാൽ പരിസരം ഉടൻ CCTV നിരീക്ഷണത്തിലാകും. പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നത് മാലിന്യം തള്ളുന്നത് തടയാൻ. കണ്ണാടി പഞ്ചായത്തിൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ കുടിവെള്ള പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.